നയൻതാര മലയാളിയാണ് എന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അഭിമാനിക്കുന്നുണ്ട്. കാരണം ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിക്ക് അവർ അർഹയായിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നയൻതാരയും ധനുഷും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ്. ധനുഷിനെതിരെ നയൻതാര ഏതാണ്ട് പൊട്ടിത്തെറിക്കുന്ന പോലെയാണ്. അതായത് നയൻതാരയും അവരുടെ ഭർത്താവായ വിഘ്നേഷ് ശിവൻ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം, പ്രണയബന്ധമൊക്കെ തുടങ്ങുന്നത് ഈ പറയുന്ന ധനുഷ് നിർമ്മിച്ച ഒരു സിനിമയിലൂടെയാണ്. നാനും റൗഡിദാൻ. അതിന് 2014 സംവിധായകൻ വിഘ്നേഷ് ശിവനായിരുന്നു, നിർമ്മാതാവ് ധനുഷുമായിരുന്നു. എന്തായാലും സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. 2016 മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ഇവർക്ക് കിട്ടുകയും ചെയ്തു. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇവരുടെ പ്രണയത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു. ഈ ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ പ്രദർശിപ്പിക്കുന്നതിന് മുന്നോടിയായി ഒരു ട്രെയിലർ പുറത്തുവിട്ടു. അതിൽ 3 സെക്കൻഡ് നാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ ഏതാനും വിഷ്വൽസ് ഉപയോഗിച്ചു. അതെ, അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചതിനെതിരെ ധനുഷ് 10 കോടി രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ട് കത്തയച്ചു എന്നാണ് നയൻതാര പുറത്ത് പറയുന്നത്. അപ്പോൾ ധനുഷിനെ അറിയാവുന്ന നമുക്കും നയൻതാരയെ അറിയാവുന്ന നമുക്കും ഇത് രണ്ടും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമില്ലേ? അതായത് ഈ നയൻതാര എഴുതിയിരിക്കുന്ന കുറിപ്പ് ദീർഘമായൊരു കുറിപ്പാണ്. ഈ സിനിമാ കാര്യങ്ങളൊന്നും കാര്യമായി പറയാൻ എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ കുറിപ്പ് വായിച്ചു. അതിനകത്ത് നയൻതാര എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അടുത്ത ഒരു ഓഡിയോ ലോഞ്ച് വരുമ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും കള്ളക്കഥകളൊക്കെ പറഞ്ഞ് താങ്കൾ വരുമായിരിക്കും. നയൻതാര പറയുകയാണ്, ധനുഷിനെ കുറിച്ചാണ്. മാത്രമല്ല, താങ്കൾക്ക് വലിയ വാക്ചാതുര്യമുണ്ട്. താങ്കളുടെ വാക്ചാതുര്യയിലേക്ക് ഞാനൊരു വാക്ക് സംഭാവന ചെയ്യാം. ഒരു ജർമ്മൻ വാക്കാണ് ഷാഡൻ ഫ്രോയ്ദ എന്നാണ് പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ നിർഭാഗ്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന സ്വഭാവം. അത് ധനുഷിനുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കാണുന്ന ധനുഷല്ല യഥാർത്ഥ ധനുഷിനും മറ്റൊരു മുഖമുണ്ട് എന്നാണ് നയൻതാര പറയുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പല പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം, ധനുഷ് നിങ്ങൾ കാണുന്ന ആളല്ല, നിങ്ങളുടെ അച്ഛൻ സഹോദരനൊക്കെ സിനിമാ മേഖലയിലെ വലിയ ആളുകളാണ്, എന്നാൽ അവരുടെ പാരമ്പര്യവും സംസ്കാരവും ഒന്നും നിങ്ങൾ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നയൻതാരയുടെ 4 പേജോ 3 പേജോ മറ്റുള്ള കുറിപ്പ് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സിനിമ നാനും റൗഡിദാൻ എന്നുള്ള സിനിമയെക്കുറിച്ച് നയൻതാര പറയുന്നത്, ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി ധനുഷ് എന്ന് പറയുന്നു. കഷ്ടപ്പെടുത്തി ഈ സിനിമ വിജയിക്കരുതെന്ന് ധനുഷ് ആഗ്രഹിച്ചു. ധനുഷ് പണം മുടക്കി നിർമ്മിച്ച സിനിമയാണ്. ആ സിനിമ വിജയിക്കരുതെന്ന് ധനുഷ് ആഗ്രഹിച്ചു. എന്നാൽ സിനിമ അപ്രതീക്ഷിതമായി വലിയ വിജയം നേടി. അതിൻ്റെ ഒരു വിജയാഘോഷം നടന്നപ്പോഴത്തേക്ക് ധനുഷ് പങ്കെടുത്തില്ല. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് വാങ്ങിയിട്ട് എന്തോ സംതിങ് റോട്ടൺ, എന്തോ ഒന്ന് ചീഞ്ഞ് നാർന്നു അല്ലേ. അപ്പോൾ ഈ വിഘ്നേഷ് ശിവനുമായിട്ടുള്ള ഇവരുടെ പ്രണയബന്ധം ഈ ധനുഷിൻ്റെ സിനിമയുടെ സെറ്റിലുണ്ടായതാണ്. എന്ന് പറഞ്ഞാൽ ധനുഷാണ് അതിൻ്റെ ഒരു കാർമ്മികത്വം വഹിച്ചത് അല്ലേ. ആ സിനിമ പണം മുടക്കി ധനുഷ് നിർമ്മിച്ചതുകൊണ്ട് ആ സെറ്റിൽ വെച്ച് ഇവർ പ്രണയത്തിലായി. അപ്പോൾ ഇവരുടെ പ്രണയം അക്കാലത്ത് തന്നെ ഈ സിനിമ നാനും റൗഡിദാൻ എന്നുള്ള സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ, നാനും റൗഡിദാനാണല്ലോ അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ സിനിമാ മാസികകളിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആ സമയം വെള്ളി നക്ഷത്രം സിനിമാ വാരികയുടെ എഡിറ്ററായിരുന്നു. അപ്പോൾ അപ്പോഴും നമ്മൾ വീക്കിലിയിലേക്ക് ഇത് സംബന്ധിച്ച വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. ഇവർ തമ്മിൽ പ്രണയത്തിലാണ്, ആ സിനിമയുടെ സെറ്റിൽ ചർച്ചാ വിഷയമായി, ഇവർ പ്രണയ ജോഡികളെ പോലെ അതിനകത്ത് പെരുമാറുന്നു എന്നൊക്കെ ഗോസിപ്പുകൾ അന്നേ വന്നിരുന്നു. അത് ധനുഷിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് നയൻതാര പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. തൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന നായിക അതിൻ്റെ സംവിധായകനെ പ്രണയിച്ചാൽ ധനുഷിന് എന്താണ് ഒരു ചോദ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇവർ പറയാതെ പറയുന്നത് എന്തുകൊണ്ട്. കാരണം വീണ്ടും നയൻതാര പറയുന്നു ധനുഷ് പകരം വീട്ടുകയാണ്, പക വീട്ടുകയാണ്. എന്തിന്? അതാണ് ഒരു പ്രധാന പോയിന്റ്. എന്തിന് പക വീട്ടും? ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് എന്തോ നമുക്ക് മനസ്സിലാവാത്ത ഒരു ചുറ്റിക്കളി ഉണ്ട്. ഈ ധനുഷിൻ്റെ ഭാര്യ ആരാ? സൗന്ദര്യ ആയിരുന്നു, രജനീകാന്തിൻ്റെ മകളായിരുന്നല്ലോ അല്ലേ. ബന്ധമൊക്കെ വേർപ്പെടുത്തി. എന്നാൽ പോലും തമിഴ് ഇൻഡസ്ട്രിയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബന്ധമായിരുന്നു ധനുഷിന് കിട്ടിയത്. രജനീകാന്തിൻ്റെ മരുമകനൊക്കെ ആയ ആ തരത്തിലൊക്കെ നമ്മൾ ധനുഷിനെ കണ്ടിട്ടുണ്ട്. ധനുഷിൻ്റെ സിനിമകളൊക്കെ വളരെ സാധാരണക്കാരനായ ചോക്ലേറ്റ് മുഖമുള്ള നായക സങ്കല്പങ്ങളെയൊക്കെ അട്ടിമറിച്ച അത് തമിഴ് സിനിമയിൽ, കോളിവുഡിൽ ഈ പറയുന്ന പോലെ പഞ്ചാരക്കുട്ടന്മാരൊന്നും അല്ല നായകരായിട്ട് വരുന്നത്. വലിയ നല്ല പ്രതിഭകളെ അംഗീകരിക്കുകയും അനുഭവ ശേഷിയുള്ള അഭിനയശേഷിയുള്ള ആളുകളെ നെഞ്ചോട് ചേർത്ത് സൂപ്പർ താരങ്ങളായി അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള സിനിമയാണ് തമിഴ് സിനിമ. മലയാള സിനിമയൊക്കെ അപേക്ഷിച്ച് എത്രയോ ഫാർ ബെറ്ററാണ് അല്ലേ. അവിടുത്തെ നായകരൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ നായകരായിട്ട് വന്നിട്ടുള്ളവരും ഇനി വില്ലന്മാരും
സഹനടന്മാരും ഒക്കെ ആയിട്ടുള്ളവർ ഒരുപാട് സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാണ്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത, ധനുഷിന്റെ പിതാവ് ഒരു നിർമ്മാതാവായിരുന്നു, സഹോദരൻ. അതെ, അതാണ് നയൻതാരയുടെ ഇതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ്റെയും സഹോദരൻ്റെയും പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇതിനകത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയ്ക്ക് കോപ്പി റൈറ്റ് ഉണ്ട്. ധനുഷ് പറയുന്നതനുസരിച്ച് കോപ്പി റൈറ്റ് ഉണ്ട്. ആ സിനിമയിലെ ഭാഗം ഉപയോഗിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അനുമതി വേണം. പക്ഷെ അതിന് ഈ നയൻതാര പറയുന്നത്, ഞാൻ അനുമതി, അതിനകത്ത് ചില പാട്ട് സീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രത്തോളം, എനിക്കും വിഘ്നേഷ് ശിവനും അത്രയും പ്രിയപ്പെട്ടതാണ്. കാരണം അവർ ഈ സിനിമ ചെയ്യുമ്പോൾ ഇവർ പ്രണയത്തിലാണ്. ആ പ്രണയവുമായി സിങ്ക് ചെയ്യുന്ന പാട്ടുകളും ഒക്കെ ആയിരിക്കാം അത് ഇതിനകത്ത് കാണിക്കും. ഇത് ഈ നെറ്റ്ഫ്ലിക്സിൽ കാണിക്കാൻ വേണ്ടി ഇവരുടെ വിവാഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി, അതൊരു വലിയ തുകയ്ക്ക് ചിലപ്പോൾ 5-10 കോടി രൂപയ്ക്കൊക്കെ ആയിരിക്കും അത് വിറ്റുപോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം 10 കോടി തന്നെ എനിക്ക് വേണമെന്ന് ധനുഷ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ധനുഷിൻ്റെ ഭാഗത്ത് ലീഗലി ശരിയാണ്, തൻ്റെ അനുമതി കൂടാതെ അതിൻ്റെ പാട്ടുകൾ ഉപയോഗിച്ചാൽ എനിക്ക് കോപ്പി റൈറ്റ് വേണം, എനിക്ക് പകർപ്പവകാശമുണ്ട് എന്നുള്ള ധനുഷിൻ്റെ ലീഗൽ സ്റ്റാൻഡ് കറക്റ്റാണ്. പക്ഷേ ഇവിടെ നയൻതാര പറയുന്നുണ്ട്, ഞാനിതിന് ഈ പാട്ടുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചു, 2 വർഷമായിട്ടും NOC തന്നില്ല. അതുകൊണ്ട് അതെല്ലാം കാത്തിരുന്ന് വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിനു മുമ്പ് തന്നെ തരംഗമായിരിക്കുന്ന സീനാണ്. അത് പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചേർത്തു എന്ന് പറഞ്ഞാലും അതത്ര ശരിയാവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലുമൊക്കെ ഒരു പാട്ടിൻ്റെ 2-3 മിനിറ്റൊക്കെ ഇടും, അതങ്ങനെ പോവും, ആരും അതിൽ ഇടപെടാറില്ല. പക്ഷേ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി നയൻതാരയുടെയും വിഘ്നേഷ് ശിവൻ്റെയും വിവാഹ ഡോക്യുമെൻ്ററി കാണിക്കുകയാണെങ്കിൽ അത് മോണിറ്റൈസ് ചെയ്യുന്നതാണ് അല്ലേ. നെറ്റ്ഫ്ലിക്സ് നയൻതാരയ്ക്ക് പണം കൊടുക്കും. അല്ലെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ഇഷ്ടപ്പെട്ട പാട്ട് കട്ട് ചെയ്തിരുന്നത് വെറുതെ നമ്മൾ സന്തോഷത്തിനിടാൻ, യൂട്യൂബ് പോലും നമുക്ക് കാശ് തരണമെന്നില്ല വെറുതെ ഇടുമ്പോഴത്തേക്ക്. അപ്പോൾ അതും ആ വാദം അപ്രസക്തമാണ്. കാരണം ഇവർ പണം ഉണ്ടാക്കുമ്പോൾ എൻ്റെ എൻ്റെ പാട്ടുകൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പണം കിട്ടണം എന്നുള്ള ധനുഷിൻ്റെ വാദം ന്യായയുക്തമാണ്. അതിന് 10 കോടി ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് അസ്രിയ, പാർവതി തെരുവോത്തൊക്കെ നയൻതാരയ്ക്ക് പിന്തുണയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഇളയരാജ പറഞ്ഞിരുന്നു, തൻ്റെ പാട്ടുകളുടെ പകർപ്പവകാശം എനിക്കാണ്, എൻ്റെ പാട്ട് ആരെങ്കിലും പാടുവാണെങ്കിൽ എനിക്ക് കാശ് തരണം എന്ന് പറഞ്ഞു. അതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന തരത്തിലുള്ള ഒരു ക്ലെയിമും ഒരു റൈറ്റുമാണ്. പക്ഷേ ഇവിടെ അതൊന്നും അല്ല ഇതിൻ്റെ പ്രശ്നം. കാരണം നയൻതാരയുടെ ദീർഘമായ കത്തിനകത്ത് ഒരുപാട് കുത്തുകളും കുത്തുവാക്കുകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർഭാഗ്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന സ്വഭാവം ഉണ്ട്. പക വീട്ടുന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ സംശയിച്ചതുപോലെയുള്ള ധനുഷ് ഇപ്പോൾ ഒരു വിവാഹമോചനമൊക്കെ നേടി നിൽക്കുന്നു. അപ്പോൾ ഈ നയൻതാരയും വിജയ് സേതുപതിയാണ് നായകനായിട്ട് അഭിനയിച്ചത്. അതെ, നയൻതാരയും ആദ്യത്തെ കല്യാണമാണോ? എന്ന് തോന്നുന്നു. ആണല്ലേ. നയൻതാരയ്ക്ക് വരെ പ്രേമമൊക്കെ ഉണ്ട്. അങ്ങനെ ഗോസിപ്പുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. വിവാഹത്തിലേക്ക് വരുന്നത് ആദ്യമാണെന്ന് തോന്നുന്നു. ഏതായാലും ഇതിനകത്ത് നമുക്ക് മനസ്സിലാവാത്ത എന്തോ ഉണ്ടെന്ന് പറയുന്നത് നയൻതാരയുടെ കത്തുകൾ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോഴാണ്. അപ്പോൾ ഏതായാലും ഇവർ തമ്മിലുള്ള ഒരു പ്രണയബന്ധത്തെ ധനുഷിന് ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നവർ സിനിമ അഭിനയിച്ചിട്ട് വീട്ടിൽ പോകണമായിരുന്നു. അതിനിടയ്ക്ക് ഈ പ്രണയം മൂത്തിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് ഒരുപാട് നീണ്ടു, നിർമ്മാതാവിന് നഷ്ടം വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ സിനിമ ലാഭത്തിലായി. പക്ഷേ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിൽക്കാത്ത ഇതിനിടയ്ക്ക് പ്രണയരോഗം മൂത്ത് നായികയും നായകനും പോയി എന്ന അലിഗേഷൻ ധനുഷിനുണ്ടോ എന്നറിയില്ല. എന്തായാലും പക വീട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ. പക ഇപ്പോഴും തുടരുന്നു എന്ന് പറയുന്നത്. കാരണം 2016 ഈ മികച്ച സിനിമ എന്ന നിലയിൽ ഫിലിംഫെയറിൻ്റെ അവാർഡ് കിട്ടിയപ്പോൾ ധനുഷ് ഇതുകൂടാതെ മറ്റൊരു സിനിമയോടെ നിർമ്മിച്ചിരുന്നു. ആ 2ാമത്തെ സിനിമയിലെ നായികയെ ധനുഷ് ഒരുപാട് പുകഴ്ത്തി, അവരുടെ അഭിനയം ഭയങ്കരമാണ്, അവരെ കണ്ടുപഠിക്കണം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അടുത്ത സിനിമ, അതായത് നാനും റൗഡിദാനിൽ നയൻതാരയെ അതുപോലെ അഭിനയിച്ചു. അവരെ പരമാവധി ഇകഴ്ത്താൻ പറഞ്ഞു വരുന്നത് ധനുഷിന് എന്തോ ഒരു കൊതിക്കറുകൊണ്ട് ഈ പറച്ചിലേട്ടാ അങ്ങനെയാ തോന്നുന്നത്. കാരണം 2 നായികമാരെ അവാർഡ് കിട്ടിയ നായികയെ പുകഴ്ത്തി. ഇതിനകത്ത് ഈ ഡോക്യുമെൻ്ററി, വിവാഹ ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ കാണിക്കുന്നതും അതിനകത്ത് പാട്ട് ഉൾപ്പെടുത്തിയതൊന്നും അല്ല പ്രശ്നം. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് ആളുകൾ ഇനിയിപ്പോൾ നാളെ പറയുന്ന പോലെ ധനുഷിന് നയൻതാരയോട് പ്രണയം ഉണ്ടായിരുന്നോ, അത് വൺ വേ ട്രാഫിക് ആയിരുന്നോ, അല്ലെങ്കിൽ നയൻതാര തേച്ചു എന്നോ എന്നൊക്കെ പറഞ്ഞ ഗോസിപ്പുകളൊക്കെ ഉണ്ടാവും. സിനിമയല്ലേ, സിനിമ ഇഷ്ടംപോലെ ഗോസിപ്പുകൾ വരും. പക്ഷേ ഈ നയൻതാരയുടെ ഇത്രയും ദീർഘമായ ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ ധനുഷ് ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്തൊക്കെ വളരെ സാധാരണക്കാർക്ക് വേണ്ടി, താഴെത്തട്ടുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്നതാണെന്നൊക്കെ പറയും. ഇനിയും അതുപോലത്തെ പറച്ചിലുമായിട്ട് വരുമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അടുപ്പം ഈ ധനുഷും നയൻതാരയും കൂടെ ഉണ്ട് എന്നല്ലേ. അങ്ങനെ നയൻതാരയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റുക? സാധാരണ സിനിമ പ്രൊമോഷൻ വേളയിൽ ധനുഷ് ചില തന്ത്രങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്നൊക്കെ പറയും. അതറിയാലോ. അതിപ്പോൾ ഞാൻ പറയട്ടെ, അത് സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന
എന്നൊക്കെ പറയുന്ന ആൾ എന്നോട് ചെയ്ത് ഇതാണെന്ന് പറഞ്ഞാൽ നയൻതാര ഒരു സാധാരണക്കാരി ഇതുമില്ല. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിലൊരാളാണ്. അപ്പോൾ സാധാരണക്കാരായ ഈ കൂലിപ്പണിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം 2 വിട്ടിട്ട് സിനിമ കാണാൻ പോകുന്ന ആളുകളുടെ കാറ്റഗറിയിൽ നയൻതാര സ്വയം ഇറങ്ങിയിരിക്കരുത്. നയൻതാര അതൊന്നുമല്ല. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി ധനുഷ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ ചാരിറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. പക്ഷെ മൊത്തത്തിൽ നയൻതാരയുടെ സ്റ്റേറ്റ്മെൻറ്റ് അത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നിയതല്ല, അതിനകത്ത് എന്തോ ദുരൂഹതകൾ പറയാതെ പറഞ്ഞ വരികൾക്കിടയിൽ ഒരുപാട് വായിക്കാൻ പറ്റുന്ന, ഒരു പക്ഷേ നയൻതാരയ്ക്ക് തന്നെ തിരിച്ചടിയായേക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടോ എന്നൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് വ്യാഖ്യാനിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും അല്ലടേ, വേറെ എന്തോ സംഗതി ഉണ്ടല്ലോ, ഇവർ തമ്മിൽ എന്തായിരുന്നു എന്ന് തോന്നിക്കാം. അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഈ പറഞ്ഞ പോലെ കോൾ ഷീറ്റ് നീണ്ടുപോയി, ഷൂട്ടിങ് നീണ്ടുപോയി എന്ന് വരട്ടെ, ഓരോ ദിവസവും നീണ്ടുപോകുമ്പോഴത്തേക്ക് നിർമ്മാതാവിന് വലിയ നഷ്ടം വരും. പക്ഷേ അത് ആ പടം വിജയിച്ചു, വൻ വിജയമായെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ പല സിനിമകളും പല കാര്യങ്ങളും നീണ്ടുപോകാറില്ലേ. അപ്പോൾ കേരളത്തിലൊക്കെയാണെങ്കിൽ സിനിമകൾ എത്രയോ നീണ്ടുപോകുന്നത്. അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ സിനിമാ രംഗത്ത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ശ്രദ്ധിച്ചായിരുന്നു, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വന്ന വലിയ കാടളക്കി വന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അവിടെ പോയി അപ്രത്യക്ഷമായി എന്തായിരുന്നു അല്ലേ. സിദ്ദിഖ്, മുകേഷ്, ഇത് പിന്നെ ഒരുത്തിയുണ്ടല്ലോ നാട്ടുകാരുടെ മുഴുവൻ പേര് പറയുന്നൊരു നടി, എന്തോ ആവട്ടെ, അങ്ങനെ എല്ലാവരുടെയും പേര്. എന്നിട്ട് നമ്മുടെ ടൊവിനോല്ലോ ജയസൂര്യ കൂടാതെ ഇപ്പം നിവിൻ പോളിയെ സിനിമ കാര്യമായിട്ട് കാണാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിവിൻ പോളിയുടെ കേസ് വ്യാജമാണെന്ന് കണ്ടെത്തി. അപ്പോൾ എന്തൊക്കെയായിരുന്നു. ഇപ്പം റിപ്പോർട്ടും ഇല്ല, പീഡനവും ഇല്ല, ഹേമ കമ്മിറ്റി ഇല്ല, നടപടിയും വേണ്ട, അമ്മയില്ല, ഒന്നുമില്ല. അപ്പോൾ സിനിമാ രംഗത്ത് കുറേ കുഴപ്പങ്ങളുണ്ട്. ഈ സാധാരണക്കാരായ നമ്മൾ പണം കൊടുത്ത് നമ്മളെ ഇരുത്തി വെട്ടത്ത് ഷൂട്ട് ചെയ്യുന്ന പരിപാടിയാണല്ലോ സിനിമ. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രേക്ഷകൻ്റെ സീറ്റ് ഇരുട്ടത്താണ്. ഇപ്പോൾ നയൻതാര ഈ പ്രസിദ്ധീകരിച്ച കത്ത് നമ്മളെ കൂടുതൽ ഇരുട്ടത്ത് ആക്കുകയാണ്. നമുക്ക് ഒരുപാട് ഗസ് ചെയ്യാൻ, ഒരുപാട് സങ്കല്പിച്ച് കൂട്ടാനുള്ള പഴുത് നൽകുന്നുണ്ട്. പിന്നെ സിനിമാ രംഗത്ത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യക്തിപരമായ ചില ഇഷ്ടാനിഷ്ടങ്ങളുടെയും താല്പര്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ആഗ്രഹ നിരാസങ്ങളുടെയും ഒക്കെ പ്രതിഫലനം കൂടിയാണ് സിനിമാ രംഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഏതായാലും എൻ്റെ നിരീക്ഷണത്തിൽ ഈ കത്ത്, ഈ വിവാദം അത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല. നമ്മുടെ പാർവതി തെരുവോത്ത് ഉൾപ്പെടെയുള്ള നടിമാർ നസ്രിയ കട്ട സപ്പോർട്ട് കൊടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഭരത് ബാല സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ ഇവർ രണ്ടും, ധനുഷും പാർവതി തെരുവോത്തും നായികനായകന്മാരെ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.